അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. സംശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമകളായി തീരുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യമാണ്. ഏറ്റവും ഉത്കൃഷ്ടൻ ഉത്തമൻ ആരാണെന്ന ചോദ്യത്തിന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഏറ്റവും നല്ല സ്വഭാവക്കാരൻ, നല്ല സ്വഭാവത്തോടുകൂടെ പെരുമാറുന്നവൻ എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയം അത് നമ്മളെപ്പോഴും ശുദ്ധിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ആരോടും വിദ്വേഷമോ വൈരാഗ്യമോ വെറുപ്പോ അസൂയയോ കുശുമ്പോ ഒന്നും നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കാതെ എല്ലാ നിലക്കും ഹൃദയം ശുദ്ധീകരിച്ചെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ മനസ്സ് നന്നാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും വേണ്ടപ്പെട്ട ഒന്നാണ് ജീവിത വിജയത്തിന്. നാളെ പാരത്രികമായ ലോകത്തെ വിജയത്തിനും അതോടൊപ്പം ഭൗതികമായ ലോകത്തെ വിജയത്തിനൊക്കെ ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ് നല്ല മനസ്സിൻ്റെ ഉടമയായി തീരുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതായി ഇമാം ഇബ്നു മാജ റളിയല്ലാഹു തആല അൻഹു അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഖൈറുൻ നാസി ദുൽ ഖൽബിൽ മഹ്മൂമി വൽ ലിസാനിസ് സാദിഖ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഏറ്റവും ഉത്കൃഷ്ടനായ മനുഷ്യൻ എന്നുള്ളത് ദുൽ ഖൽബിൽ മഹ്മൂം, നല്ല തഖ്വയുള്ള ഹൃദയശുദ്ധിയുള്ള വ്യക്തിയാണെന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി. നബിയോട് ചോദിക്കുന്നുണ്ട്, നബിയെ എന്താണ് ദുൽ ഖൽബിൽ മഹ്മൂം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന ചോദ്യത്തിന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മറുപടി ഹുവ തഖിയ്യുൻ നഖിയ്യു അല്ലദീ ലാ ഇസ്മ ഫീഹി വലാ ബഗിയ വലാ ഹസദ്, ഹൃദയം അത് എല്ലാ നിലക്കും ശുദ്ധിയായവൻ, ആരോടും അസൂയയില്ല, ആരോടും വൈരാഗ്യമില്ല, ആരോടും പകപോക്കണമെന്ന ചിന്തയില്ല, ആരോടും അക്രമവാസനയില്ല. അങ്ങനെ എല്ലാ നിലക്കും ഹൃദയം നന്നായി ശുദ്ധീകരിച്ച വ്യക്തി, തഖ്വയുള്ളവൻ, അല്ലാഹുവിനെക്കുറിച്ച് ആഖിറത്തെക്കുറിച്ച് ബോധമുള്ളവൻ, ഈ ഒരു രൂപത്തിൽ മനസ്സ് ക്ലിയറാക്കി മനസ്സ് ശുദ്ധിയാക്കി ജീവിക്കുന്നവൻ ആരാണോ അവനാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഏറ്റവും ഖൈറായവനെന്നാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മറുപടി. അതോടൊപ്പം വല്ലിസാനി സാദിഖ്, സത്യസന്ധൻ, സത്യം പറയുന്ന ആൾ. ഏതു പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും തനിക്കാൻ പ്രതികൂലമായി ഈ പറയുന്ന കാര്യങ്ങൾ ഭവിക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ പറയേണ്ടത് ഒരിക്കലും കളവായി കൂടാൻ പാടില്ല, സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയേണ്ടതെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ സത്യം മാത്രം പറയുന്ന വ്യക്തി, ഇത്തരം ആളുകളാണ് ജനങ്ങളിൽ ഏറ്റവും ഖൈറായവൻ, ഉത്തമനെന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് നാം എപ്പോഴും ശുദ്ധിയാക്കി എടുക്കണം, ഹൃദയം അത് നന്നാക്കി എടുക്കണം. അത് നന്നായാൽ നമ്മുടെ ശരീരം മുഴുവനും നന്നാകും. അങ്ങനെയാണല്ലോ ഹബീബ് നമ്മോട് പഠിപ്പിച്ചത്. മനുഷ്യ ശരീരത്തിൽ ഒരു മാംസക്കഷ്ണമുണ്ട്, അത് ശുദ്ധിയായാൽ നന്നായാൽ ശരീരം മനുഷ്യൻ മുഴുവനും നന്നായി. അതെങ്ങാനും കേടായി ചീത്തയായി പോയാലോ മനുഷ്യൻ പൂർണ്ണമായും ചീത്തയായി പോകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. കാരണം ഹൃദയമാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. എന്ത് കാണണം, എന്ത് നോക്കണം, എന്ത് കേൾക്കണം, എന്തിലേക്ക് പോകണം, എന്ത് പിടിക്കണം, ഇതെല്ലാം നമ്മോട് കൽപ്പിക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. അപ്പം ഹൃദയം നന്നായി കഴിഞ്ഞാൽ നല്ലത് മാത്രമാണ് നമ്മോട് നിർദ്ദേശിക്കുക. നല്ലത് കാണാനായിരിക്കും അതിന് മെസ്സേജ് വരുന്നത്. ആ നല്ലത് കേൾക്കുന്നതിലേക്കായിരിക്കും നമ്മുടെ ചിന്ത കൊണ്ടുപോകുക. അതുകൊണ്ട് ഹൃദയം നന്നാക്കി നല്ല മനസ്സിൻ്റെ ഉടമകളായി ജീവിക്കാൻ നമുക്ക് കഴിയണം. റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.